നല്ല മത്സരമാണ്. ആരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു മുനിസിപ്പാലിറ്റി ചെയർമാൻ നല്ലൊരു വ്യക്തിത്വത്തിനോടൊപ്പമാണ്. അതുകൊണ്ട് എന്തായാലും പാവപ്പെട്ടി 10,000 വോട്ടിന് പാവപ്പെട്ടി ഇവിടെ ജയിക്കും. സ്വരാജിന്റെ നാടാണ്. അതുപോലെ സ്വരാജിന്റെ നാട് ആധാർ കാർഡിന് നാടായിട്ട് കാര്യമില്ലല്ലോ, പേര് വന്നിട്ട് കാര്യമില്ലല്ലോ, നാടായിട്ട് ബന്ധം വേണ്ടേ. നമ്മൾ സ്വരാജിന്റെ വീട് പോയി ഇലക്ഷൻ കേന്ദ്രം ഇവിടെ എല്ലാം അറിയും. ആധാറിൽ പേര് വന്നോണ്ട് മാത്രം കാര്യമില്ല, ഈ നാട്ടിലത്തെ ആൾക്കാരും കൂടി അറിയണം. പാവപ്പെട്ടി എന്ന് പറഞ്ഞാല് ഒരേ കുട്ടികളോട് വരെ ചോദിച്ചാൽ അതിന്റെ പാവപ്പെട്ടി ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയും. അത്രയും നല്ല ആളാണ് പാവപ്പെട്ടി. നല്ല കഴിവുള്ള വ്യക്തിയാണ്. വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിൽ നല്ലൊരു മാറ്റം തന്നെ വരുന്നതാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. നല്ല മാറ്റം തരാൻ ചാൻസ് പാവപ്പെട്ടി വന്നാല് നല്ല മാറ്റം തന്നെ വരും. ബൈപ്പാസ് കാര്യങ്ങൾ നിലമ്പൂരിലെ ഓരോ പ്രശ്നങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാണ്ട് അതിന്റെ മട്ടത്തിന്റെ അതിന്റെ ഇതിൽ നിൽക്കാൻ പാവട്ടിനെ കൊണ്ട് കഴിയും. ഉറപ്പാണ് പാവട്ടിന്റെ ഇവിടെ വരുള്ളൂ. അൻവർ നിൽപ്പുണ്ട്, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയുണ്ട്. അൻവർക്ക് എങ്ങനെ ഉണ്ടാവും? അൻവർ കുഴപ്പമൊന്നുമില്ല. അൻവർ പറഞ്ഞാല് അൻവറിനായിട്ടുള്ള കുറച്ച് വോട്ടുകൾ കിട്ടും. പക്ഷെ അൻവർ നിൽക്കണമെങ്കിൽ LDFന്റെ വോട്ടിന് ഒരു 30 ഭാഗം LDFന്റെ വോട്ടാണ് അൻവർ നിൽക്കുന്നത്. UDFന് അൻവർ നിന്നോട് ക്ഷീണമൊന്നുമില്ല. മിക്കവാറും LDFന്റെ ഫുള്ള് വോട്ടും അൻവർ എന്തായാലും ഈ പ്രാവശ്യം UDF ജയിക്കുന്നതാണ്. ഈ പ്രാവശ്യം എന്തായാലും ആരുടെ പാർട്ടി ജയിക്കും. ജോവാക്കർ മീഡിയ എറണാകുളം. ചെറിയ വീഡിയോ നമുക്ക് വലിയ വീഡിയോ അല്ല, വലിയ വീഡിയോ വേണം. അത് കുഴപ്പമില്ല, ഇതൊക്കെ വലിയ വീഡിയോ. ഇതൊക്കെ നമുക്ക് വെറുതെ ഉടായ്പ കളിച്ച് പോയി നമുക്കൊന്നും അതിന്റെ ലിങ്ക് നമുക്ക് തരും.